Meet the editors. സതീശനെ വീഴ്ത്താനോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്ന് നിയമസഭയിൽ നാടകീയമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ്. ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അടൂരിൽ നിന്ന് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെ മുതൽ പത്തനംതിട്ടയിൽ അടൂരിലെ വീട്ടിലുണ്ട്. അവിടെ വീട് പൂട്ടിയിട്ട നിലയിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയമസഭയിലേക്കുള്ള എൻട്രിയുടെ ടൈം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് മുഖ്യമന്ത്രി ചരമോപചാര പ്രസംഗം അവസാനിപ്പിക്കുന്നതിൻ്റെ സമയത്താണ് കടന്നു വരുന്നത്. ആ വരവ് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ കവർ ചെയ്യുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ആ സമയത്ത് മാധ്യമങ്ങളുടെ എല്ലാ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കും എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി അറിയാവുന്നതുപോലെ കൃത്യമായി ആ സമയം തിരഞ്ഞെടുത്തു വരുന്നു. ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് അപ്രത്യക്ഷനായ നേതാവിൻ്റെ പേരാണ് വി ഡി സതീശൻ. വി ഡി സതീശനെ ഉന്നം വയ്ക്കുകയാണോ, ലക്ഷ്യം വയ്ക്കുകയാണോ, വി ഡി സതീശനെ വീഴ്ത്താനാണോ ഈ നീക്കം? ഉറപ്പായിട്ടും ഇത് വി ഡി സതീശനെതിരായ നീക്കമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞ വാചകം, ഞാൻ പാർട്ടിക്ക് വിധേയനായ ഒരു സാധാരണ പ്രവർത്തകനാണ്, ഇപ്പോൾ താൻ സസ്പെൻഷനിലാണ്, അതുകൊണ്ട് തന്നെ സസ്പെൻഷനിലിരിക്കുമ്പോൾ ചട്ടം അറിയാം, ഒരു നേതാക്കളുമായി താൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടി തടഞ്ഞിട്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാം എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുമ്പോൾ അതിൽ വി ഡി സതീശൻ മാത്രമാണ് മറിച്ചൊരു നിലപാടെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തിക്കൂടാ എന്ന നിലപാടെടുത്തത് വി ഡി സതീശനാണ്. അതിന് വി ഡി സതീശൻ്റെതായി പറയുന്ന ന്യായമായി പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ തരത്തിൽ പിന്തുണയ്ക്കുകയാണെങ്കിൽ നാളെ ഇനിയും തെളിവുകൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്, ഇനിയും പരാതികൾ വരാൻ സാധ്യതയുണ്ട്. ആ തരത്തിൽ ഒരുപക്ഷേ വി ഡി സതീശന് കുറച്ചുകൂടി കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ട് അറിയാമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മറ്റു നേതാക്കളെല്ലാം തന്നെ സാങ്കേതികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയ്ക്ക് വരാൻ ഉള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെക്കുറിച്ചാണ് വാചാലരായത്. മാത്രമല്ല, ഒരു കേസില്ല, നിലവിൽ പോലീസിന് മുന്നിൽ പരാതിയില്ല എന്ന് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ 18 ദിവസം ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജയിലിൽ കിടന്നയാളാണ്. അപ്പോൾ ഇവിടുത്തെ പിണറായി പോലീസിന് എനിക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ അവർ ശ്രമിക്കും. അപ്പോൾ കേസ് അന്വേഷിക്കട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണല്ലോ, അതിലൊരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്, ഒരു തെളിവും പുറത്തു വരില്ല എന്നുള്ള ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണത്തിലുണ്ട്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സർക്കാരിൻ്റെ ഐശ്വര്യം എന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സർക്കാരിൻ്റെ ഐശ്വര്യമാണ്. കാരണം സഭാ സമ്മേളനത്തിൽ ആദ്യ ദിവസം തന്നെ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. കോൺഗ്രസിൻ്റെ കയ്യിൽ 2, 3, 4 അധികം വിഷയങ്ങളുണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട്. ജനവിരുദ്ധമായ തീരുമാനങ്ങൾ, ജനവിരുദ്ധമായ പോലീസിന് നടപടികളടക്കം നിരവധി വിഷയങ്ങൾ. ഇന്ന് ആണ് മുഖ്യമന്ത്രി ഈ പോലീസ് അതിക്രമങ്ങളിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോഴും LDF യോഗത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുകയാണ്. അവിടെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഒറ്റപ്പെട്ട സംഭവം, വളരെ മുമ്പുണ്ടായ കാര്യങ്ങൾ ഇപ്പോൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നേതാക്കൾ ഇങ്ങനെ പാരറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആവർത്തിക്കുന്നുണ്ട്. പല നേതാക്കളും അത് പറയുന്നുണ്ട്. പണ്ടുണ്ടായ സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ നല്ല ഭരണമാണ്, ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി നാളെ ഇനി സഭയിൽ ഒരുപക്ഷെ മൗനം വെടിയുമ്പോൾ നാളെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനിരിക്കുകയാണ്. അടിയന്തര പ്രമേയത്തിൽ ഉറപ്പായിട്ടും ഈ പോലീസ് അട്രോസിറ്റി തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിക്കുക. അത് ഉന്നയിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടാകുമോ? പ്രതിപക്ഷത്തിനും പുറകിലുള്ള നിരയിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഏതോ ഒരു MLA വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് സഭയിൽ അവർക്ക് ഇന്ന് കാണിക്കാനായി. കാരണം ഇന്ന് ലോഹ്യം പറയാൻ ആകെ ലീഗ് നേതാക്കളെ പോയിട്ടുള്ളൂ, ലോഹ്യമൊന്നും പുറമേക്കൊന്നും കാണുന്നില്ല. പക്ഷേ പുറത്ത് ഇവരെല്ലാവരും നല്ല ലോഹ്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആയി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ സഭയിൽ ഇന്നത്തെ നാടകം അവിടെ അങ്ങനെ നിൽക്കുന്നു. പക്ഷേ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ ചിത്രം വേറെയായിരിക്കും. നാളെയും മറ്റന്നാളും രാഹുൽ വരില്ല എന്നാണ് കേൾക്കുന്നത്. രാഹുൽ ഇനി സഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസങ്ങളിലായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാട്ടേക്കാണ് പോകാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്ക് സാങ്കേതികമായി പോകാൻ പറ്റുമോ, MLA ആയി തുടരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ സാങ്കേതികമായി അദ്ദേഹം തുടരാൻ, കാരണം അദ്ദേഹത്തിനെതിരെ കേസില്ല. പക്ഷേ നമ്മൾ ധാർമ്മികതയാണല്ലോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ധാർമ്മികത ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ പ്രതിനിധി റഹീസൻ എത്ര തവണ ആവർത്തിച്ച് ചോദിക്കുന്നു, രാഹുൽ അത് രാഹുലിൻ്റെ ശബ്ദമല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ പറയൂ. രാഹുൽ പറഞ്ഞോ? രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയാനാണ് ഈ ആരോപണങ്ങൾക്ക് ശേഷം തുടർച്ചയായി അദ്ദേഹം മാധ്യമങ്ങളിൽ കണ്ട 3 തവണയും, ഇതിപ്പോൾ 3ാമത്തെ തവണയാണ്, 3 തവണയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുക എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി അറിയാതെ സഭയിൽ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരട്ടെ എന്നുള്ളതാണ്. അത് ഒരു വെല്ലുവിളിയായി തന്നെ കോൺഗ്രസ് എടുക്കുകയാണ്. കാരണം അപ്പുറത്ത് ജനവിരുദ്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ, അതാണല്ലോ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള
ഉള്ള സഭാ സമ്മേളനമാണ്. ഈ സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന് നിരവധി ആയുധങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ ആ ആയുധങ്ങൾ മുന്നോട്ടെടുക്കുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഭരണപക്ഷത്തിൽ നിന്ന് പ്രതികരണം തിരിച്ചുള്ള മറുപടിയായി വരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പോലീസ് നടപടികൾ വിശദീകരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒരുപക്ഷെ വിശദീകരിക്കാനിടയുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ അത് ഏതുവരെ പോകുമെന്നുള്ളതും കേരളം കാത്തിരിക്കുകയാണ്. അത് കണ്ണിൽ പൊടിയിടാനുള്ള പരിപാടികളാണെന്ന് നമുക്കറിയേണ്ടത്. കാരണം ഇവിടെ തെളിവുകൾ എന്താ പറയുക, ശബ്ദിക്കുന്ന തെളിവുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ആ തെളിവുകളിൽ അപ്പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നമുക്ക് ഉറപ്പാകുന്നു. അപ്പോൾ ആ ഇരകൾക്ക് വന്ന് നേരിട്ട് പോലീസിൽ പരാതി നൽകാൻ പറ്റാത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ സൈബർ കുറ്റകൃത്യങ്ങളിൽ എത്ര നടപടി എടുത്തിട്ടുണ്ടെന്നുള്ള ചോദ്യം തിരിച്ചങ്ങോട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് വരുമ്പോൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് പോലും ഐഡന്റിറ്റി അറിയുന്ന പല ഇരകളുണ്ട്. ആ ഇരകൾക്ക് പുറത്തു വന്ന് പോലീസിലൊരു പരാതി നൽകിയാൽ ആ ഐഡന്റിറ്റി, അവരുടെ ചിത്രം, അവരുടെ പേര് വിവരം, അവരുടെ വീട്, അവരുടെ സ്ഥലം, അവരുടെ ജോലി, ഇതൊക്കെ ഈ പറയുന്ന സൈബർ ഗുണ്ടകൾ പുറത്തുവിടും. ഒരു സംശയവും വേണ്ട. എന്ത് വെല്ലുവിളിയാണ് ഇന്നിപ്പോൾ വി.ഡി. സതീശന് ഇന്നത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിയിരിക്കുന്നത്? യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് കൂടെ പോയിരിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാന സെക്രട്ടറി റെനോ പി രാജനും ആണ് കൂടെ പോയത്. അപ്പോൾ സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് കൂടെ പോകുന്ന സഞ്ചരിക്കുന്നതൊന്നുമല്ല, സഭയിലേക്കാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ മെസ്സേജ് വി.ഡി. സതീശനുള്ളതാണ്. ഇതിൽ പറയേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിലെ ചെയ്തിയിൽ ന്യായങ്ങളിലേക്ക് കടക്കാതെ ഇത് വി.ഡി. സതീശനെതിരായ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുമോ എന്നാണ് കോൺഗ്രസിലെ പല നേതാക്കൾ നോക്കുന്നത്. പാർട്ടി കോൺഗ്രസ് ആണ്. ഇതിൽ നേരത്തെയുള്ള AI ഗ്രൂപ്പുകൾ എന്ന രൂപത്തിൽ അതിനെ കാണണ്ട. ആരാണോ ശക്തൻ അവിടേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവുകയും അവർക്കൊപ്പം ചേരുക എന്നാണ് മറ്റ് നേതാക്കളുടെ ഒരു രീതി. ഇപ്പോൾ വി.ഡി. സതീശൻ ദുർബലനായിരിക്കുന്നു. മൈ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിച്ച മൈ ബോയ്സ് ഇപ്പോൾ വി.ഡി. സതീശനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല, വി.ഡി. സതീശനെതിരെ സൈബർ ഗുണ്ടകളെ ഇറക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ വിടുന്നില്ല, മകളെ വെറുതെ വിടുന്നില്ല. ആ രൂപത്തിൽ അവിടെ കേക്ക് അച്ഛൻ, അതായത് ആരോപണം ഉന്നയിച്ച നടി കേക്ക് മുറിക്കുന്നത് വി.ഡി. സതീശനൊപ്പമാണ്. അപ്പോൾ കേക്ക് അച്ഛൻ എന്ന മോശം വാക്കുപയോഗിച്ച് വി.ഡി. സതീശനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ നടന്ന KPCC യോഗത്തിൽ എന്താണ് ചർച്ച ചെയ്തിരിക്കുന്നത്? ഈ സൈബർ ആക്രമണം നോക്കൂ. കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിന്റെ തന്നെ സൈബർ ഗുണ്ടകൾ നടത്തുന്ന ആക്രമണത്തെക്കുറിച്ചാണ് KPCC യോഗത്തിൽ ചർച്ച നടത്തിയിരിക്കുന്നത്. എന്തൊരു ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അതിൽ അന്വേഷിക്കാൻ ബൽറാമിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബൽറാം അതിൽ അന്വേഷണം നടത്തി ഈ പറയുന്ന ഇപ്പോൾ ഒരു ഗ്രൂപ്പായി നിൽക്കുന്ന നേരത്തെ മൈ ബോയ്സ് എന്നറിയപ്പെട്ടിരുന്ന ആ സംഘത്തിനെതിരെ ഇപ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് ബൽറാം കൊണ്ടുവരുമോ? അതാണോ കൊണ്ടുവരാൻ പോകുന്നത്? ഈ സൈബർ ഗുണ്ടകളിലേക്ക് പോകുമ്പോൾ എവിടേക്കാണ് അത് അവസാനം ചെന്നെത്തുക? നമ്മുടെ മുന്നിലുണ്ടല്ലോ തെളിവുകൾ. അപ്പോൾ അതിലേക്ക് ചെന്നെത്തുമ്പോൾ അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുക? ഇതാണ് കോൺഗ്രസിനകത്തെ ദുര്യോഗം. അപ്പുറത്ത് സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ഐശ്വര്യമായി നിൽക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വിഷയമൊന്നും ഉന്നയിക്കാനല്ല ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് സർക്കാർ പറയുന്നുണ്ട്, CPM പറയുന്നുണ്ട്. ഒരു പക്ഷേ CPM MLA അങ്ങനെ ഒരു നിലപാടെടുക്കും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഊന്നേണ്ടതില്ല. കാരണം പല ബില്ലുകളും നിയമങ്ങളും ജനപ്രിയ നിയമങ്ങളായി കൊണ്ടുവരാനുള്ള ആലോചന, അതിന്മേലുള്ള പ്രതികരണമൊക്കെ നടത്തി ഞങ്ങളിതാ നല്ല സർക്കാരായി നിൽക്കുന്നു എന്ന് പറയാനും മേനി നടിക്കാനുമാകും ഉറപ്പായിട്ടും സർക്കാർ ശ്രമിക്കുക. അപ്പുറത്തുള്ള ആയുധങ്ങൾ എടുക്കാനാകാതെ നിരായുധരായി പ്രതിപക്ഷം മാറുമോ എന്നുള്ളതാണ് നാളത്തെ പ്രതിപക്ഷ നേതാവിന്റെ ഊർജ്ജം എത്രത്തോളമാണെന്ന് അറിയേണ്ടതുണ്ട്. ആ ഊർജ്ജത്തിനൊപ്പം മറ്റ് നേതാക്കൾ നിൽക്കുമോ എന്ന് അറിയേണ്ടത്. ഇനി അറിയേണ്ടത് മരുന്നു കൂടിയാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പാലക്കാടേക്ക് പോകുമ്പോഴാണ്, തന്റെ മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത MLA അദ്ദേഹം അവിടെ ഒറ്റയ്ക്കാണോ പരിപാടികൾ പങ്കെടുക്കാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഏകനായി ഇങ്ങനെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് തന്നെ ഇങ്ങനെ നടക്കുമോ? അതിൽ ഖദർധാരികളായ പാർട്ടിയുടെ നേതൃസ്ഥാനങ്ങളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല എന്നാണോ പറയുന്നത്? നേതൃസ്ഥാനത്തുള്ള ആരും ഉണ്ടാകില്ല എന്നാണോ പറയുന്നത്? നമുക്ക് കാണാൻ പോകുകയാണല്ലോ. ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ അദ്ദേഹം പാലക്കാട്ടെത്തുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുവശത്തും ഇടതുവശത്തും ഏത് നേതാക്കളാണെന്ന് നോക്കാം. ഇപ്പോൾ വി.ഡി. സതീശനെ വെല്ലുവിളിച്ചിരിക്കുന്ന മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളും, അതായത് കോൺഗ്രസിലെ മറ്റ് മുഴുവൻ നേതാക്കളും വി.ഡി. സതീശൻ എന്ന നേതാവിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അവർ ഇപ്പോൾ സഭയിലേക്ക് രാഹുലിനെ എത്തിച്ചുകൂടെ വിജയിച്ചിരിക്കുന്നു. ആ വിജയം എന്ന് പറയുന്നത് കേരളത്തിനോടുള്ള അവഹേളനം അല്ലെങ്കിൽ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് എന്നുകൂടി കോൺഗ്രസ് മനസ്സിലാക്കിയാൽ നന്ന്. കാരണം ഇതിൽ സാധാരണ ആരോപണങ്ങളെ പോലെയല്ല, ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അത് നിഷേധിക്കുക പോലും ചെയ്യാതെയാണ് നെഞ്ചി വിരിച്ച് ചിരിച്ച വാഹനത്തിൽ പുറപ്പെട്ട് ഇന്ന് സഭയിലെത്തിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി സതീശനെ വീഴ്ത്താനാണോ നീക്കം എന്നാണ് ചോദ്യം. ഇന്ന് സഭയിൽ കണ്ടത് അത്യന്തം നാടകീയമായ രംഗങ്ങളാണ്. പക്ഷേ ആ നാടകീയമായ രംഗങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് ചിലരെങ്കിലും സംശയിച്ചാൽ നമുക്ക് തെറ്റു പറയാനും കഴിയില്ല. അത് ആരെ വീഴ്ത്താനാണ്? അത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്താനല്ല എന്നത് വ്യക്തമാണ്. കാരണം ഇന്നത്തെ വരവ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗ്രാഫ് ഒരു പടി കൂടി ഇടിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഇടിഞ്ഞുപോയ ഒരു ഗ്രാഫ്, അഥവാ
ഇടിഞ്ഞു പോകുമെന്ന് പാർട്ടിക്കുള്ളിലുള്ള ചില ആളുകൾ കരുതിയ ഗ്രാഫ് വി ഡി സതീശൻ്റേതായിരുന്നു. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, ഇന്നത്തെ ദിവസം വി ഡി സതീശൻ എടുത്ത നിലപാട് ശരിയാണെന്ന് കരുതുന്ന ഒരു നല്ല വിഭാഗം കേരളത്തിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് എന്തുകൊണ്ടാണ്? തൻ്റെ പാർട്ടിയോട് യോജിച്ച് നിൽക്കുന്ന, തൻ്റെ പാർട്ടിയുടെ നേതാവ് നടത്തിയ ജോഡോ യാത്രയിൽ പങ്കെടുത്ത, താനുമായി ഒരു സൗഹൃദം സൂക്ഷിക്കുന്ന, നല്ല ബന്ധത്തിൽ തന്നെ പാർട്ടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി അനുകൂലിയായ ഒരു യുവപ്രവർത്തക, ഒരു നടി വന്ന് തന്നോട് പറഞ്ഞൊരു പരാതി, ആ പരാതി പരിഗണിച്ചുകൊണ്ട് ആ നടിക്കെതിരെ മോശമായിട്ടുള്ള നീക്കം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് വി ഡി സതീശനെ ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിലും ഒരു വിഭാഗം ആളുകൾ ആക്രമിക്കുന്നതിനുള്ള കാരണം. ഇന്ന് ആ വി ഡി സതീശൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഗ്രാഫ് ഇടിഞ്ഞു, വി ഡി സതീശനെ സംബന്ധിച്ചുള്ളൊരു പെർസെപ്ഷൻ ഇപ്പോൾ ആ അർത്ഥത്തിൽ കുറച്ചുകൂടി ആളുകൾക്ക് ബോധ്യമാവുന്നു എന്നുള്ളതാണ്. ഇതൊരു യുദ്ധമുന്നെ തുറക്കുകയാണ്. വി ഡി സതീശനെ വീഴ്ത്താൻ നടത്തിയതാണ് ഇത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഉയർത്താൻ നടത്തിയ നീക്കമേ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കൂ. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതുകൊണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വി ഡി സതീശൻ്റെ ചരമോപചാര പ്രസംഗമടക്കം ഇന്ന് മാധ്യമങ്ങളിൽ ഉണ്ടായില്ല. ഒരു മാധ്യമവും ഒരു ഫ്രെയിമിൽ പോലും അത് കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കാരണം ആ സമയത്താണ് എൻട്രി. സുഹൃത്തിൻ്റെ റെനു പി രാജിൻ്റെയും ഫിനീൻ എനാൻ്റെയും രണ്ടുപേരും വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ പ്രതികളാണ് എന്നതുകൂടി പ്രത്യേകം ഓർമ്മിക്കണം. ഇവരോടൊപ്പം വന്നിരിക്കുന്നത് ആരാണ്? തിരുവനന്തപുരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷനാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട, സസ്പെൻഡ് ചെയ്യപ്പെട്ട, പാർട്ടിയുടെ CLPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവിനെയും കൊണ്ട് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പാർട്ടിയുടെ യുവജന സംഘടനയുടെ തിരുവനന്തപുരത്തെ ജില്ലാ അധ്യക്ഷൻ വരികയാണ്. മിസ്റ്റർ നേമം ഷജീർ, താങ്കൾ ഇന്ന് നിയമസഭയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ലൈംഗിക ആരോപണ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. FIR ഇട്ടിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ന MLA ആണ് ഇന്ന് നിങ്ങൾ സഭയിൽ കൊണ്ടുവിട്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയ ഒരു നേതാവിനെ നിങ്ങൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ നിയമസഭയിൽ കൊണ്ടുവിടുക? കോഫി ഹൗസിൽ നിന്ന് ചായ കുടിച്ചാൽ നമ്മളിത് കുറ്റം പറയില്ല. ആര്യ ഹൗസിലോ ശരവണ ഭവനിലോ പോയിട്ട്, ആര്യ നിവാസിലോ പോയിട്ട് ഒരു മസാല ദോശ കഴിച്ചാലും നമ്മളാരും കുറ്റം പറയില്ല. പക്ഷേ പ്രശ്നം എന്താ? മാധ്യമങ്ങളുടെ കണ്ണുവിട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനുള്ള താവളമൊരുക്കി അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി സഭയിലേക്ക് എത്തി ലിഫ്റ്റിൽ കയറ്റിവിടുകയാണ് നേമം ഷജീർ ചെയ്യുന്നത്. ഇത് പാർട്ടിയിലെ നേതാക്കൾ അറിയാതെയാണ് എന്ന് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ആളുകൾ വിശ്വസിക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് വി ഡി സതീശനെ വീഴ്ത്താനുള്ള നീക്കമല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് സംശയിക്കാവുന്ന ഒരു കാര്യം, നേമം ഷജീറിൻ്റെ ഇന്ന് അവിടുത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു കൂട്ടം നേതാക്കളുടെ ശക്തമായ പ്ലാനിങ് അതിനകത്തുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാരായിരിക്കും? സ്വാഭാവികമായും വി ഡി സതീശനെ വീഴ്ത്താൻ തക്കം പാത്തിരിക്കുന്ന കോൺഗ്രസിലെ അവസരവാദികളായിരിക്കുന്ന നേതാക്കളുണ്ട്. അതിൽ ചില യുവ നേതാക്കളുണ്ട്, ഗ്രൂപ്പിൽപ്പെട്ട ചില നേതാക്കളുണ്ട്, ഒപ്പം തന്നെ അങ്ങ് കേന്ദ്രത്തിൽ KC വേണുഗോപാലുമായിട്ട് ചാഞ്ഞു നിൽക്കുന്ന ചില നേതാക്കളും ചില യുവ നേതാക്കളും അതിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരുടെ കൂടി ആസൂത്രണത്തിൻ്റെ മികവിലാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്ത് സഭയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് നമ്പർ 1, നേമം ഷജീറിൻ്റെ സാന്നിധ്യം അത് പാർട്ടി അറിയാതെയല്ല, പാർട്ടി നേതാക്കൾ അറിയാതെയല്ല എന്നുള്ളതാണ്. ആൻഡ് പോയിന്റ് നമ്പർ 2, എത്തിയതിനു ശേഷം എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞതുപോലെ വി ഡി സതീശൻ പൂർണ്ണമായിട്ടും ഇന്ന് അവഗണിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാനപ്പെട്ട ബൈറ്റുകൾ വന്നിരിക്കുന്നത് ആരുടെ ബൈറ്റുകളാണ്? സണ്ണി ജോസഫിൻ്റെ ബൈറ്റാണ് വന്നിരിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബൈറ്റാണ് വന്നിരിക്കുന്നത്, ഷാഫി പറമ്പിലിൻ്റെ ബൈറ്റാണ് വന്നിരിക്കുന്നത്. എവിടെ വി ഡി സതീശൻ? ഏറ്റവും നിർണായകമായ നിയമസഭാ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിക്കുന്നൊരു ദിവസമായിരുന്നില്ലേ? ശരിയാണ്, ഇന്ന് ചരമോപചാരം അർപ്പിച്ച് പിരിയുകയാണെങ്കിൽ കൂടി സഭയിൽ വന്ന് ഈ സഭാ സമ്മേളനത്തിലെ തങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ട ആളായിരുന്നില്ലേ പ്രതിപക്ഷ നേതാവ്? നാളെ മുതൽ സഭയിൽ കത്തിക്കേറാൻ പോകുന്ന വിഷയങ്ങൾ, ഒരുപിടി ആരോപണങ്ങൾ ഈ സർക്കാരിനെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട് എന്നതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകേണ്ടിയിരുന്നില്ലേ? എന്തിനേറെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം പ്രതിപക്ഷ നേതാവിൽ നിന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കൊന്നും ആ വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് സംസാരിച്ച് കണ്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരല്ലേ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലപാടെടുത്ത പാർട്ടിയുടെ പേരല്ലേ കോൺഗ്രസ്? ഇന്നിപ്പോൾ ആ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി
വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ടല്ലോ, ആ വിധിയെക്കുറിച്ച് പോലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് പറയാൻ പറ്റാത്ത വിധത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ വിഷയം വന്ന് വിഴുകിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അവിടെയും പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ അപ്രസക്തനാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം വി.ഡി. സതീശനെതിരെ നടക്കുന്ന സൈബർ ലിഞ്ചിങ്ങുകളാണ്. തുടർച്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ എടുത്തു നോക്കുകയായിരുന്നു, കേരളത്തിൽ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ നേതാവും ആ അർത്ഥത്തിൽ വേട്ടയാടപ്പെട്ടില്ല. പിണറായി വിജയനൊക്കെ സൈബർ ലിഞ്ചിങ്ങിന് വിധേയമായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പല വ്യത്യസ്ത തരത്തിലുള്ള ആരോപണങ്ങളുടെ മുന്നിൽ നിർത്തിയായിരുന്നു. പക്ഷേ ഇത്തരം വഷളത്തരം നിറഞ്ഞ ആസൂത്രിതമായ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരായ സമൂഹ മാധ്യമങ്ങളുടെ ആക്രമണം വി.ഡി. സതീശനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനെ തേടി വരുന്നത് ഇതാദ്യമായിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പേരിട്ട് വിളിക്കുകയാണ് ഒരു യൂട്യൂബർ, ഒരു വഷളൻ യൂട്യൂബർ ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് ഒരു ഇരട്ടപ്പേരിട്ടാണ് വിളിക്കുന്നത്. കേക്കച്ചൻ എന്നാണ് അത്ര ഇരട്ടപ്പേരിട്ട് വിളിക്കുന്നത്. അങ്ങനെ ആ തമ്പനീരുകൾ എടുത്തുനിന്ന് നോക്കിയാൽ മതി. വഷളത്തരം പറഞ്ഞുകൊണ്ട്, അസഭ്യം പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളെ ചേർത്ത് വിളിച്ചുകൊണ്ട് നിരന്തരമായി വി.ഡി. സതീശനെതിരെ ആ യൂട്യൂബർ ആക്രമണം നടത്തുന്നു. ഒരു യൂട്യൂബറല്ല, ഒരുപാട് യൂട്യൂബറുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്ന ഒരു വനിതയുടെ ഭർത്താവ് പോലും നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിരന്തരമായ ആക്ഷേപം നടക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റ് പെയ്ഡ് സോഷ്യൽ ഗ്രൂപ്പ് വഴി ആളുകളെ സ്വാധീനിക്കുന്നു. മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പണം വാങ്ങിക്കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തലിനെ പുകഴ്ത്തിക്കൊണ്ടൊരു PR വർക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ വി.ഡി. സതീശനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ പ്രോത്സാഹിപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ഇത് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഉയർത്തി കാണിക്കുകയല്ല ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം, പകരം വി.ഡി. സതീശനെ ഇകഴ്ത്തി കാണിക്കലാണ് ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്ക് 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെയുള്ളവരാണ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഈ സ്റ്റോക്കിങ്ങിന് വിധേയമായിരിക്കുന്നത് എന്നുള്ളതാണ്. വിവിധ മെസ്സേജുകൾക്ക് ഇരയായി തീർന്നിരിക്കുന്നത് എന്നുള്ളതാണ്. 18 വയസ്സ് മുതൽ 58 വരെ, അതും കേരളത്തിലെ തന്നെ ഒരു വകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥയ്ക്ക് പോലും മെസ്സേജ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വി.ഡി. സതീശൻ ഈ നിലപാടെടുക്കാൻ കാരണം എന്താ? വി.ഡി. സതീശൻ നിലപാടെടുക്കുന്നതിന് പുറത്തു പറയുന്ന കാരണങ്ങളിലൊന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം വി.ഡി. സതീശനുമായി അകലം പാലിച്ചതുകൊണ്ട് വി.ഡി. സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലും തെറ്റി, ഷാഫി പറമ്പിലുമായി തെറ്റി എന്നൊക്കെയാണ് പുറത്ത് കേൾക്കുന്നത്. അതെന്തുമാവട്ടെ, അത് ഒരു വളരെ ഗൗരവമേറിയ വിഷയമായി ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ പ്രശ്നം നിൽക്കുന്നത് അവിടെയല്ല. പകരം വി.ഡി. സതീശൻ ഈ നിലപാടെടുക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ താല്പര്യങ്ങളെയല്ല, ഗ്രൂപ്പ് താല്പര്യമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4-5 പ്രധാനപ്പെട്ട പരാതികൾ വി.ഡി. സതീശന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ റിനി ആൻഡ് ജോർജ് തന്നെ മാസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവിനോട് ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. റിനി ആൻഡ് ജോർജ് സമ്മതിച്ചിട്ടുണ്ട്. ഈ വിഷയം പ്രതിപക്ഷ നേതാവിന് അറിയാമായിരുന്നുവെന്ന് നമുക്കറിയാം, അത് പ്രതിപക്ഷ നേതാവിനും അറിയാം. ഇത്തരത്തിലുള്ള 3-4 പരാതികൾ കൂടി പ്രതിപക്ഷ നേതാവിന് കിട്ടിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ബോധ്യത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ്. ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഒരുമിച്ചൊരു തീരുമാനമെടുത്തതിനു ശേഷം വി.ഡി. സതീശനെ വാരിക്കുഴിയിൽ വീഴ്ത്താൻ ആർക്കാണ് ഇത്ര താല്പര്യം? അതുകൊണ്ടാണ് കിട്ടിയൊരു അവസരം കിട്ടിപ്പോയി, അതുകൊണ്ട് ഇതാ വി.ഡി. സതീശനെ രാഹുൽ മാങ്കൂട്ടത്തലിനെ വെച്ച് അടിച്ചു കളയാം എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക്. എപ്പോഴും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രത്യേകത, കോൺഗ്രസ് പാർട്ടി ഒരാൾക്കൂട്ടമായി വളരെ പെട്ടെന്ന് മാറും. വ്യക്തി താല്പര്യങ്ങളുള്ള ആൾക്കൂട്ടമായിട്ടാണ് മാറുക. അവിടെ അധികാരമുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് നേതാക്കൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പറഞ്ഞു മാറും. പഴയ എ ഗ്രൂപ്പോ ഐ ഗ്രൂപ്പോ ഇന്നില്ല. ഇന്ന് എ ഗ്രൂപ്പിലുണ്ടായിരുന്ന പല നേതാക്കളും ഇന്നൊരു ഫ്ലോട്ടിംഗ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരിൽ പല നേതാക്കളും കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. കേന്ദ്രത്തിൽ കെ.സി. വേണുഗോപാൽ ശക്തരാണ്. ചില ആളുകൾ വി.ഡി. സതീശനോടൊപ്പം നിന്നു, അവർ പോലും പിന്നീട് കെ.സി. പക്ഷത്തേക്ക് മാറുന്ന കാഴ്ച കാണുന്നു. ഈ കളിയിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകളുടെ കൗതുകകരമായ നിശബ്ദതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതിൽ വി.ഡി. സതീശനെ വീഴ്ത്താനുള്ള നീക്കത്തിൽ രമേശ് ചെന്നിത്തല ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂർണ്ണമായും ഐ ഗ്രൂപ്പിലെ ഒരു വിഭാഗം നേതാക്കൾ വി.ഡി. സതീശനെതിരെയുള്ള ഈ നീക്കത്തിൽ ഇപ്പോൾ നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അവരിപ്പോൾ ഗാലറിയിൽ നിന്ന് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കളിക്കാനിറങ്ങുന്നത് പഴയ എ ഗ്രൂപ്പിലെ ചില നേതാക്കളുണ്ട്. അവരുമായി ചേർന്നുകൊണ്ട് ചില യുവ നേതാക്കൾ വി.ഡി. സതീശന് ഇതാ ഒരു അവസരം കിട്ടിപ്പോയി എന്ന മട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന PR ക്യാമ്പയിൻ ഉണ്ട്. ആ PR ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്പോട്ട് മാത്രമായിരുന്നു, ഒരു സ്റ്റേജ് ഇവൻ്റാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടത്. കാരണം അവർക്ക് സൈബർ ക്യാമ്പയിനിങ്ങിന് വേണ്ടുന്ന ഒരു കണ്ടന്റ് മേക്കിംഗ് ആണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ ഇന്ന് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ട് പാലക്കാട്ടെ ജനങ്ങൾക്കൊരു ഗുണവുമില്ല എന്ന് മാത്രമല്ല, പാലക്കാട്ടെ ജനങ്ങൾ ഇന്ന് അപഹാസ്യരാകുന്ന ഒരു രംഗം കൂടി കണ്ടു. ഈ MLA
കാരണം. കാരണം മാധ്യമപ്രവർത്തകർ നിരന്തരം പിന്നാലെ നടന്ന് ചോദ്യം ചോദിക്കുകയാണ്. നമ്മൾ സമാനമായ രീതിയിലുള്ള കാഴ്ച കണ്ടത് പണ്ട് ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ്. അന്ന് കരിങ്കൊടി വീഴുന്നതും ചെരുപ്പെറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഒരു പക്ഷേ അപഹാസ്യമാവുന്ന രീതിയിൽ ഒരു MLA ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ തൊലിയുരിക്കപ്പെട്ട് നിൽക്കുന്നതാണ്. തുടർച്ചയായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഓടി ഒളിച്ചോടുന്ന ഒരു MLA ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് ആ അർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു മാസ് എൻട്രി എന്ന മട്ടിൽ നടത്തിയ ഒരു 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 അവതരണം പൊളിഞ്ഞു പോയിരിക്കുന്നു. ലക്ഷ്യം VD സതീശൻ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ മുൻനിർത്തിക്കൊണ്ട് VD സതീശനെ നേരിടുക എന്നതാണ് പാർട്ടിക്കുള്ളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കഥ. ആ തിരക്കഥയിൽ ആര് വിജയിക്കുമെന്നുള്ളത് കാണാൻ ദിവസങ്ങൾ കാത്തിരിക്കണം. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ളത് കൂടി നാളെയും മറ്റന്നാളും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ പ്രതിപക്ഷത്തിൻ്റെ ആക്രമണത്തിൻ്റെ മുന കുറയും. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഭരണപക്ഷം നിയമസഭയിൽ ഓരോ ചോദ്യങ്ങളെയും പ്രതിരോധിക്കാൻ പോകുന്നത്, ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പോകുന്നത് ഈ വാചകത്തോടു കൂടിയായിരിക്കും. ഇന്ന് നിയമസഭയിൽ നിങ്ങളോടൊപ്പം ഇരുന്ന ഒരാൾ ഇന്ന് ആ പുറകിലത്തെ സീറ്റിലിരിക്കാൻ ഇടയാക്കിയതിൻ്റെ കാരണത്തിൻ്റെ ജാള്യതയിൽ നിന്നുയരുന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണമാണിത് എന്ന് ഭരണസഭയിലെ അംഗങ്ങൾ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് ഇത് രേഖ കാണും. എന്നിട്ട് ഏതെങ്കിലും ഒരു നേതാവ് പറയുകയാണ് 2 ഗർഭഛിദ്രങ്ങൾ നിർബന്ധിച്ച് നടത്തുകയും 18 വയസ്സ് മുതൽ 58 വയസ്സ് വരെ പ്രായഭേദമന്യേ വിവിധ തലങ്ങളിലുള്ള സ്ത്രീകളെ നിരന്തരം പിന്തുടർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പൊതുസമൂഹ മധ്യത്തിൽ ആരോപണമുള്ള ഒരു യുവ MLA ആ കുടുക്കിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം നടത്തുന്ന ആക്രമണമാണിത് എന്ന കൃത്യമായ നരേറ്റീവ് ഭരണപക്ഷം നാളെ മുന്നോട്ട് വയ്ക്കും. ഇതെല്ലാം നിയമസഭയുടെ പുസ്തകത്താളുകളിൽ ഉണ്ടാവുമേ. അതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അതിലൊരക്ഷരം മിണ്ടാൻ പറ്റുമോ ഈ കോൺഗ്രസിലെ MLA-മാർക്ക്, ഈ ലീഗിലെ MLA-മാർക്ക്, UDF-ലെ ഏതെങ്കിലും MLA-മാർക്ക് ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല. ഇതെല്ലാം കേട്ട് തലയും കുമ്പിട്ടിരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുകയാണെങ്കിൽ. ഇനി എത്തിയില്ലെങ്കിൽ പോലും ഈ ആക്രമണങ്ങളിൽ ഭരണപക്ഷം നാളെ പ്രതിരോധിക്കാൻ പോകുന്നത് പ്രസംഗങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് ഇത് അങ്ങേയറ്റം പ്രതിപക്ഷത്തെ കളിയാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോടുകൂടി വരും. ഇത് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പ്രതിപക്ഷ നേതാവായ VD സതീശനാണല്ലോ. VD സതീശനും കൂട്ടരുമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറയുന്നത് നിയമസഭയിൽ നിങ്ങൾ എന്നെ നിരായുധനാക്കരുത്, ദുർബലനാക്കരുത് എന്നുള്ളതാണ്. അവിടെയാണ് VD സതീശനെ ആക്രമിക്കുന്നവർ ഈ പാർട്ടിയാണ് ആക്രമിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടി വരുന്നത്. ഇത് നോക്കൂ, ഇന്ന് ഏറ്റവും ദുർബലമായ പ്രതികരണം നടത്തിയ നേതാവിൻ്റെ പേര് സണ്ണി ജോസഫ് എന്നായിരുന്നില്ലേ? സണ്ണി ജോസഫിനോട് നമ്മൾ ചോദിച്ച ചോദ്യം ഇതായിരുന്നില്ലേ, കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട് സസ്പെൻഷനിൽ ഒരു നേതാവിനെ യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ എങ്ങനെയാണ് നിയമസഭയിൽ കൊണ്ടെത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് KPCC പ്രസിഡന്റ് നൽകിയ മറുപടി ഈ ചോദ്യത്തിന് മറുപടി അർഹിക്കുന്നില്ല എന്നാണ്. ആ ചോദ്യത്തിന് അല്ലെങ്കിൽ പിന്നെ ഏത് ചോദ്യത്തിലാണ് മറുപടി നമ്മൾ അർഹിക്കുന്നത്? കേരളം കാത്തിരിക്കുന്ന ചോദ്യമല്ലേ? നേമ ഷജീർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനല്ലേ? അയാൾ എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു നേതാവിനെ നിയമസഭയിൽ കൊണ്ടുവന്ന് നിർത്തുക? എന്നിട്ട് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് KPCC പ്രസിഡന്റിനെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക? ഇന്ന് സണ്ണി ജോസഫിൻ്റെ പ്രതികരണം അങ്ങേയറ്റം ദുർബലമായ ഒരു പ്രതികരണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്ന് VD സതീശന് ഒരു പണി കൊടുക്കാമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി ഒരു പണി കൊടുക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇത് പൊതുസമൂഹത്തിൽ അങ്ങേയറ്റം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, അങ്ങേയറ്റം പൈങ്കിളിവൽക്കരിക്കപ്പെട്ടൊരു വിഷയമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തി VD സതീശനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നാറിക്കൊണ്ടിരിക്കുന്നതും നാണം കെട്ടുകൊണ്ടിരിക്കുന്നതും ആ പാർട്ടിയുടെ ചില നേതാക്കളും ചില അണിയറ പ്രവർത്തകരുമാണ്. അവരൊക്കെ ഇത് മടുത്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് KPCC നേതൃയോഗത്തിൽ ഉയർന്ന വിമർശനം പോലെ ഈ വിഷയത്തിൽ ഒരൊറ്റ നിലപാട് ആർജവത്തോടു കൂടി എടുത്തൊരൊറ്റ നേതാവേ ഉള്ളൂ, അത് VD സതീശനാണ്. അത്രയും ക്ലാരിറ്റി മറ്റൊരു നേതാവിനുമില്ല എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഈ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ ദൗർബല്യത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ നേതാക്കളും ആദ്യഘട്ടത്തിൽ ശക്തമായ പ്രതികരണം നടത്താൻ വേണ്ടിയിട്ട് വരുന്നത് കണ്ടു. വളരെ പെട്ടെന്ന് ഈ സൈബർ ഗ്രൂപ്പുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുകൂലികളായ സൈബർ ഗ്രൂപ്പുകൾ ഇവരെ എല്ലാവരെയും അടച്ചാക്ഷേപിച്ച് ആക്രമണത്തിൽ ഒതുക്കി. ഉമാ തോമസിനെതിരെ ആക്രമണം, വനിതാ നേതാക്കൾക്കെതിരെ ആക്രമണം, മറ്റ് മുതിർന്ന നേതാക്കൾക്കെതിരെ ആക്രമണം. ആ ആക്രമണത്തിൽ ഭയന്ന് എല്ലാവരും പിന്മാറി നിൽക്കുന്നു. പക്ഷേ അപ്പോഴും തെല്ലിട പോലും ഈ സമൂഹ മാധ്യമങ്ങളെ ഭയക്കാതെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് പോവുകയാണ്. ആ പ്രതിപക്ഷ നേതാവിനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെ പറഞ്ഞാലും നിലവിൽ 2 ഗർഭഛിദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും തുടർച്ചയായി പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തുകയും അവർക്ക് മൊബൈൽ ഫോണിലൂടെ മെസ്സേജുകളിലൂടെ അവർക്ക് ലൈംഗിക ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തൊരു നേതാവാണ് എന്നുള്ളത് ഏറെക്കുറെ ബോധ്യപ്പെട്ട വിഷയമാണ്. പെൺകുട്ടികൾ തന്നെ നേരിട്ട് വന്ന് നമ്മുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി പുറത്തു വരാനുള്ളത് ആ ഗർഭഛിദ്രം നടത്തിയ ആ പെൺകുട്ടിയുടെ മൊഴി മാത്രമാണ്. അതുകൂടി പുറത്തു വന്നാൽ കാര്യങ്ങൾ ഏറെക്കുറെ ഭദ്രമാവും. കൂടാതെ VD സതീശന്റെ കയ്യിലിരിക്കുന്ന പരാതികളും. അതുകൊണ്ട് ഈ ആക്രമണം VD സതീശനെതിരെയാണെങ്കിലും അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആയിരിക്കും. ജിമ്മി.
സതീശൻ വീഴുമോ വീഴില്ലയോ, എങ്ങോട്ട് വീഴും എന്ന് ചോദിച്ചാൽ എൻ്റെ വേറൊരു രീതിയിലാണ് എൻ്റെ ചോദ്യം ചോദിക്കേണ്ടത്. അടുത്ത UDF ജയിച്ചാൽ അടുത്ത കേരള മുഖ്യമന്ത്രി ആരാണ്? സാധാരണ പ്രതിപക്ഷ നേതാവിനാണ് ആ വഴക്കം പോവുക. അങ്ങനെ ഇപ്പോൾ ആകണ്ട എന്നുള്ളതിൻ്റെ ഒരു വെൽ പ്ലാൻഡ് തിരക്കഥയിലെ നമ്മൾ കാണുന്ന ഒരു അംഗം മാത്രമാണിത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിയമസഭയിൽ വരുന്നതിന് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരുപാട് താല്പര്യങ്ങളുണ്ട്. നിയമസഭയിൽ കൂടി വരാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇറങ്ങിയാൽ ആദ്യത്തെ 1-2 ദിവസം ബഹളം ഉണ്ടാകുന്നതിന് ശേഷം അത് അടങ്ങും. അത് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ പറയുന്നത് പോലെ പാലക്കാടേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നു. അവിടെയും 2-3 ദിവസം ബഹളം ഉണ്ടാകും. അത് കഴിഞ്ഞ് ഇതങ്ങ് അടങ്ങും. എനിക്ക് പൊതുജന മധ്യത്തിൽ ഇറങ്ങി നടക്കാനാകും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിക്കുന്നത്. കേരളത്തിലൊരു റേപ്പ് കേസിൽ പ്രതിയായ നടൻ്റെ സിനിമ കുറച്ച് ദിവസം അദ്ദേഹം പുറത്തിറങ്ങാതിരുന്ന ശേഷം ആ പടം റിലീസ് ചെയ്ത പടം ഹിറ്റായ നാടാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു പ്രീസിഡൻസും ഉണ്ട്. ജനം ഇതൊക്കെ തൽക്കാലം അങ്ങ് വിട്ടുകളയും എന്ന ഒരു മുൻ കഥകളുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇവിടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിലല്ല. ഇവിടെ വിഷയം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, UDFൻ്റെ പ്രതിപക്ഷ നേതാവാണ്. കാര്യങ്ങൾ കുളമാക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിർണായക മുഹൂർത്തത്തിലെ എല്ലാ കാലത്തെയും പരിപാടിയാണ്. ഇത്തവണയും ആ പതിവ് പരിപാടി ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു നടപടി എടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്. അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. ഇനി MLA സ്ഥാനം രാജിവെപ്പിക്കണോ വേണ്ടയോ എന്നത് മാത്രമായിരുന്നു ആ തർക്ക വിഷയം. പക്ഷേ ഇതുവരെ ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്തതിനപ്പുറം എടുത്തു കഴിഞ്ഞ ഒരു വിഷയമാണ്. അതിനുശേഷം നിയമസഭാ സമ്മേളനം വരുമ്പോൾ എന്താണ് നിലപാടെന്ന് എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ അന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ വളരെ വൈകാരികമായാണ് എല്ലാവരുടെയും പ്രതികരണം. കോൺഗ്രസിലെ വനിതാ MLA മാത്രമല്ല, വനിതാ നേതാക്കൾ മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു, KPC പ്രസിഡന്റ് സംസാരിക്കുന്നു, എല്ലാവരും ഇത് വളരെ മോശമായ കാര്യമാണെന്ന് പറയുന്നു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഓസ്ട്രേലിയയിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ നോക്കൂ, എല്ലാവരും പിൻവലിയുന്നു. VD സതീശൻ മാത്രമാകുന്നു അടുത്ത ഘട്ടത്തിൽ. VD സതീശൻ അപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളരെ ധൈര്യത്തോടെ പറയുകയാണ്, എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിലപാടെടുത്തത്. ഞങ്ങൾ നിലപാടെടുത്തത് അത് ഞങ്ങളുടെ കൂട്ടായ തീരുമാനമാണ്. പക്ഷേ ഈ കൂട്ടായ തീരുമാനമെടുത്ത് എന്ന് പറഞ്ഞ് VD സതീശൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യനില്ലെന്നേ കൂടെ, ഒരു മനുഷ്യൻ പോലും കൂടെയില്ല. VD സതീശൻ അന്നേ ഞെട്ടിക്കാണണം. പക്ഷേ നമുക്കിതിൻ്റെ ഒരു ഉള്ളുകളികൾ മനസ്സിലായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു, പുറത്തേക്കൊന്നും കാണുന്നില്ല. പക്ഷേ UDF കൺവീനർ അടൂർ പ്രകാശാണ് ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത്. ഇത് AI ശബ്ദമാണോ എന്ന് ആർക്കറിയാം എന്നാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് KPC പ്രസിഡന്റ് ആദ്യം ശക്തമായ നിലപാടെടുത്ത KPC പ്രസിഡന്റ് ചോദിക്കുന്നു, അത് സഭയിൽ വരണോ വേണ്ടയോ, അത് കേസ് വരട്ടെ എന്ന് പറഞ്ഞ് ഒരു അഴകുഴമ്പൻ നിലപാടിലേക്ക് പോകുന്നു. ഒരു സംഭവം നടന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പും ഒരാഴ്ചയ്ക്ക് ശേഷവും നടന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അന്നും ഇന്നും കൃത്യമായി നിലപാട് പറഞ്ഞ ഒരേ ഒരു നേതാവേ ഉണ്ടായിരുന്നുള്ളൂ, അത് VD സതീശനാണ്. ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിലോട് ഇവർക്ക് ആർക്കെങ്കിലും പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ടോ എന്തെങ്കിലും സ്നേഹ കുറവുള്ളത് കൊണ്ടോ ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. VD സതീശനാണ് ഇവിടുത്തെ പ്രശ്നം. VD സതീശൻ എടുത്ത നിലപാടാണ് പ്രശ്നം. രാഹുൽ സഭയിൽ വരരുതെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു കാരണവശാലും എനിക്ക് അടുപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം ഏതാണ്ട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വിഷയം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സഭ തുടങ്ങാൻ പോവുകയാണ്, VD സതീശൻ വരണമോ വേണ്ടയോ? VD സതീശൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നു. എൻ്റെ നിലപാടാണ്, ഞങ്ങളുടെ നിലപാടാണ്. ഇത് മാത്രം അദ്ദേഹം പറഞ്ഞില്ല. എന്താണ് കാരണം? ഒരു തരത്തിലുമുള്ള പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അതിനോടകം വ്യക്തമായിരുന്നു. അത് UDF കൺവീനറായാലും KPC പ്രസിഡൻ്റായാലും മൗനത്തിൽ ഒളിച്ച രമേശ് ചെന്നിത്തലയായാലും ബാക്കി എല്ലാവരുടെയും കാര്യത്തിലും ആരും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഒരു അഴകഴമ്പൻ നിലപാടിലേക്ക് പോകുന്നു. ഇത് കോൺഗ്രസിലെ അണികൾക്ക് നൽകുന്ന സന്ദേശം എന്തായിരുന്നു? നോക്കൂ, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളും അവരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ പ്രതികരണങ്ങൾ, പ്രകടനങ്ങൾ, തർക്കങ്ങൾ, പോലീസ് ലാത്തിച്ചാർജ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ എന്ത് നിലപാടെടുക്കണം എന്നാണ് കോൺഗ്രസ് നേതാക്കൾ കരുതിയത്? ഒരു വശത്ത് VD സതീശൻ മാത്രം നിൽക്കുന്നു, ബാക്കി സ്ഥലത്ത് ബാക്കിയുള്ളവർ എന്തൊക്കെയോ പറയുന്നു. MLA സ്ഥാനത്ത് നിൽക്കുമ്പോൾ തടയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു കൂട്ടർ, അത് ആണെന്ന് വേറൊരു നേതാവ്. അപ്പോൾ കോൺഗ്രസ് അണികളെ ഒരു വല്ലാത്ത കൺഫ്യൂഷനിലാക്കിക്കൊണ്ടാണ് ഇവരെല്ലാവരും ഈ യുദ്ധത്തിൻ്റെ 2ാം ഘട്ടം മുമ്പോട്ട് കൊണ്ടുപോയത്. അവിടെയും വിഷയം VD സതീശനായിരുന്നു. VD സതീശൻ അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകണ്ട എന്നുള്ള ഒരു നിലപാടിലായിരുന്നു. VD സതീശൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തു. അപ്പോൾ പിന്നെ ഞങ്ങളാരും കൂടെ നിൽക്കുന്നില്ല. അതായിരിക്കണം കോൺഗ്രസ് നേതാക്കൾ ഈ സമയത്ത് ഇങ്ങനെ വിചാരിച്ചത്. അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടൻ വിഷയത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥത കൂടുതലോ കുറവോ ഉണ്ടായിരുന്നില്ല. അവസാനം സഭാ സമ്മേളനത്തിൻ്റെ തീയതി അടുത്തെടുത്ത് വരുന്നു. നമ്മൾ പല രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. VD സതീശൻ്റെ ഗ്രൂപ്പുകളിലെ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്.
പക്ഷെ ആരും പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തലിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമില്ല. അതായിരുന്നു 4 ദിവസം മുമ്പ് വരെയുള്ള സ്ഥിതി. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. ബാബു രാജേന്ദ്രൻ നായർ എന്ന ഒരു വ്യക്തിയാണ് ഈ ലേഖനം പ്രസിദ്ധീകരിച്ചത്. നമുക്ക് കോൺഗ്രസിൻ്റെ മുഖപത്രമാണ്. അതിനകത്ത് ഉപയോഗിച്ച ഭാഷ ഞാൻ പറയുന്നില്ല. പക്ഷേ 2 പ്രധാനപ്പെട്ട വാദങ്ങൾ. ഒന്ന്, ഇങ്ങനെ ഒരു പരാതി ആരും പരസ്യമായി കൊടുത്തിട്ടില്ല. അത് വേണമെങ്കിൽ ഒരു വാദത്തിൽ നമുക്ക് സമ്മതിക്കാം. പക്ഷേ അടുത്തതാണ് അതിലും ഗംഭീരം. പരസ്പര സമ്മതപ്രകാരം, അതിപ്പോൾ മാങ്കുട്ടത്തിലായാലും വാഴത്തോപ്പിലായാലും പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇതൊരു കോൺഗ്രസ് പാർട്ടിയുടെ പത്രം മുന്നോട്ട് വെച്ച വാദമാണ്. അതായത് രാഹുൽ മാങ്കുട്ടത്തിൽ ഇങ്ങനെ ഒരു ചിലപ്പോൾ ബന്ധത്തിൽ പോയിട്ടുണ്ടാവാം, പക്ഷേ ഇത് പരസ്പര ബന്ധപ്രകാരമാണ്. അതിനുശേഷം ഈ സ്ത്രീകൾ പരാതി പറയുന്നതിൽ എന്തർത്ഥം എന്ന രീതിയിൽ ഒരുമാതിരി തറ മാസികകളിലും തറ പ്രസിദ്ധീകരണങ്ങളിലും വരുന്ന വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലേഖനം വരികയാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടായിരുന്നോ? ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് പാർട്ടിയുടെ പ്രാഥമിക പദവിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്? അപ്പോൾ അതിലൊരു നിലപാട്. അത് കഴിഞ്ഞ് വെറും 2.5 ആഴ്ച കഴിയുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മുഖപത്രത്തിൽ ഒരു ലേഖനം വരികയാണ്. 3 കോളം നല്ല വിശദമായിട്ട് വാദങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ CPMകാരെയൊക്കെ കുത്തുന്ന മറ്റു സാധനങ്ങളും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു. രാഹുൽ മാങ്കുട്ടത്തിൽ സഭയിൽ വരും എന്നുള്ളത് കൃത്യമായിരുന്നു. അന്നേ തന്നെ കാര്യങ്ങളെല്ലാവരും ചേർന്ന് വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുന്നു. എന്നിട്ടോ ഇന്ന് രാവിലെ രാഹുൽ മാങ്കുട്ടത്തിൽ സഭയിൽ വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, 2 പേരും കൂടെയുണ്ട്. പാർട്ടി പുറത്താക്കി, പാർട്ടി നടപടിയെടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെ പദവികളിൽ നിന്ന് മാറ്റിയ സസ്പെൻഷനിലായ ഒരു നേതാവിനെ, പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരാളിനെ നിയമസഭയിൽ നെഞ്ചു വിരിച്ച് കൂടെ നിൽക്കാൻ യൂത്ത് കോൺഗ്രസിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറായെങ്കിൽ അത് ആരുടെ തിരക്കഥയാണ്? ഇതിനകത്ത് ഒരു സംശയവുമില്ല കേട്ടോ, ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും വേണ്ട. ഇത് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടുകൂടിയുള്ള ഒരു നീക്കം തന്നെയാണ്. കുറ്റകരമായ മൗനം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അറിവോടുകൂടി തന്നെയാണ്. VD സതീശൻ ഒരു വശത്തും മറുവശത്ത് നിഴൽ യുദ്ധം നടത്തുന്ന ഒരു വലിയ സംഘവുമുണ്ട്. VD സതീശനെതിരെയുള്ള നിഴൽ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ വരികളെടുത്ത് പരിശോധിച്ചാൽ VD സതീശനെതിരെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ VD സതീശൻ്റെ കൂടെ നിൽക്കാൻ, VD സതീശൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ പാർട്ടി നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കാൻ, ആ തീരുമാനത്തിൻ്റെ സ്പിരിറ്റിനൊപ്പം നിൽക്കാൻ, അതായത് MLA പദവിയിലേക്ക് നിയമസഭയിലേക്ക് വരണോ വേണ്ടതെന്നൊന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് മുമ്പെയാണ് തീരുമാനമെടുത്തത്. ആ സ്പിരിറ്റിനെ കൂടെ നിൽക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിൽ ആ നിൽക്കാതിരുന്ന എല്ലാവരും VD സതീശനെതിരെ നിഴൽ യുദ്ധത്തിൽ ഭാഗഭാക്കുകളാണ്, അറിഞ്ഞുകൊണ്ടോ മൗനം കൊണ്ടോ. അങ്ങനെയാണ് സംഭവിച്ചത്. ഇന്ന് നിയമസഭയിൽ വരുമ്പോൾ VD സതീശൻ ഏതാണ്ട് ഇല്ലാതായി പോകുന്ന രീതിയിൽ, VD സതീശൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അദ്ദേഹം അപ്രസക്തനായിപ്പോയി. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ 2 പ്രധാനപ്പെട്ട വാചകങ്ങളുണ്ട്. ഞാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളാണെങ്കിലും ഞാൻ പാർട്ടിയുടെ പ്രവർത്തകനാണ്. നേതാക്കൾ പാർട്ടി പറയുന്നതിന് അപ്പുറമില്ല ഇപ്പുറമില്ല, അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. എന്ന് വെച്ചാൽ ഞാൻ നിയമസഭയിൽ, അപ്പോൾ വാർത്തയെല്ലാം എന്താണ്, VD സതീശനെ ധിക്കരിച്ച് എത്തി എന്നാണ് പറയുന്നത്. VD സതീശനാണെങ്കിൽ അത് ശരിയാണെന്ന മട്ടിൽ വളരെ ദേഷ്യപ്പെട്ട് മിണ്ടാതെ നടക്കുന്നു. അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രതികരണം, പാർട്ടി പറയുന്നതേ ഞാൻ ചെയ്യൂ എന്നർത്ഥം വരുന്ന രീതിയിൽ ഞാൻ പാർട്ടിയുടെ വിനീത പ്രവർത്തകനാണ്. എന്ന് വെച്ചാൽ ഞാനിന്ന് നിയമസഭാ സമ്മേളനത്തിൽ വന്നത്, ഇവിടെ പങ്കെടുത്തത്, ഇപ്പോൾ പോകുന്നത് എൻ്റെ പാർട്ടി പറഞ്ഞിട്ടാണ്. ആരുടെ പാർട്ടി? സണ്ണി ജോസഫിൻ്റെ പാർട്ടി, രമേശ് ചെന്നിത്തലയുടെ പാർട്ടി, KC വേണുഗോപാലിൻ്റെ പാർട്ടി, ഷാഫി പറമ്പിലിൻ്റെ പാർട്ടി. അങ്ങോട്ട് പോയാൽ ഒരുപാട് ആളുകളുണ്ട്. വിഷ്ണുനാഥിൻ്റെ പാർട്ടി, പല ആളുകളുടെ പാർട്ടി. ഇവരെല്ലാവരും പറഞ്ഞിട്ടാണ്. ഈ ഒരു ചൊല്ലുണ്ട്, മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന് പ്രതിപക്ഷം ഏറ്റവും ശക്തമായി ആഞ്ഞടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ സമ്മേളനത്തിൽ അതിൻ്റെ ശോഭ മുഴുവൻ കെടുത്തി ഇതെല്ലാം കുളമാക്കി നാളെ മുതൽ അങ്ങോട്ട് പരിഹാസത്തിൻ്റെ കൂരമ്പുകളേറ്റ കോൺഗ്രസ് MLAമാർ നിയമസഭയിൽ വീഴുക. ഇപ്പോൾ തന്നെ സൈബർ ഇടത്തിൽ ശരിക്കുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു മറുപടിയും പറയാനില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം. അതെല്ലാം വരുത്തി വയ്ക്കാം, ഒരു കുഴപ്പവുമില്ല. VD സതീശൻ ഒരാൾ വ്യക്തിപരമായി പറഞ്ഞതാണ്, പേര് കോട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ ഈ നിലപാടുകളുടെ രാജകുമാരനാണെന്നാണ് അയാളുടെ വിചാരം. അപ്പോൾ നിലപാടുകളുടെ രാജകുമാരൻ അങ്ങനെ ഇപ്പോൾ സൂചിക്കേണ്ട. പക്ഷേ നിലപാടുകളുടെ രാജകുമാരനായി ശരിക്കും മാറുകയാണ് VD സതീശൻ എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും
വി.ഡി. സതീശൻ ഒരു നിലപാട് പറഞ്ഞു. ആ നിലപാട് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. 2.5 ആഴ്ചയ്ക്ക് ശേഷം നിലപാടുകളുടെ രാജകുമാരൻ, പണ്ട് കുമാരന്മാരായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴും വി.ഡി. സതീശൻ അവിടെ തന്നെയാണ് നിൽക്കുന്നത്. അന്ന് പറഞ്ഞവരെ ആരെയും കൂടെ കൂട്ടുന്നില്ല. ഇതിൻ്റെ പേരാണ് നിലപാട്. അത് പറയുന്നയാളുടെ പേരാണ് നിലപാടുകളുടെ രാജകുമാരൻ. അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശനോടുള്ള മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. ഈ കാര്യത്തിൽ പറഞ്ഞതിൽ തന്നെ നിൽക്കുകയും അതിനനുസരിച്ച് തലയുയർത്തി നിന്ന് സംസാരിക്കുകയും ചെയ്ത നേതാവിൻ്റെ പേരാണ് വി.ഡി. സതീശൻ. അതേ വി.ഡി. സതീശൻ 2 ദിവസം മുമ്പ് വളരെ വേദനയോട് കൂടി ഒരു കാര്യം പറഞ്ഞു. ഒരു പ്രതിപക്ഷ നേതാവും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത്രയും വൈകാരികമായിട്ടാണ് പറഞ്ഞത്. അതിലെനിക്ക് ദുഃഖം തോന്നുന്നു. എനിക്കും വേണമെങ്കിൽ ആളെ ഇറക്കാൻ പറ്റും, ഞാൻ വേണമെങ്കിൽ നിങ്ങളെ അടിക്കും എന്ന് പറയുന്നത് പോലെയാണ്. എനിക്കും വേണമെങ്കിൽ ആളെ ഇറക്കാം, പൈസയെ കിട്ടും, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. വി.ഡി. സതീശനെതിരെ അതിക്രൂരമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. അതിക്രൂരമായ സൈബർ ആക്രമണം ഇത്ര പ്ലാൻഡ് ആയിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ, അതിൽ ഒരു പ്രതിപക്ഷ നേതാവ് വൂണ്ടഡ് ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവല്ല വി.ഡി. സതീശൻ. കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിൻ്റെ സൈബർ സെല്ലിലുള്ള നമ്മളൊരു 2-3 വാർത്തകൾ ചെയ്തുകൊണ്ട് ഇന്ന ആളുകളാണ് എതിർത്തതെന്ന്. അത്രയുമുള്ള ആളുകൾ നിലപാടെടുത്ത് പരസ്യമായി സൈബർ ആക്രമണം നടത്തുകയാണ്. കേരള ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഉണ്ട്. വി.എസ്. പിണറായി ഫൈറ്റിന്റെ കാലത്ത് ചിലപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ഇല്ല. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്രയും ശക്തമായി ഒരു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം, അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം, അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഒരു കാര്യമേ ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയും പോവുകയും ചെയ്യും. പക്ഷേ കേരളം ഓർത്തിരിക്കുക, നിലപാടുകൾ ശക്തമായും കൃത്യമായും പറഞ്ഞ നിലപാടുകളുടെ രാജകുമാരനെ ആയിരിക്കും. സതീശനെ വീഴ്ത്താനോ എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം സതീശനെ വീഴ്ത്താനാണ് ഈ നീക്കം എന്നാണ്. Meet the editors.